ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾക്കും തെറ്റിദ്ധാരണക്കും വിധേയമാകുന്ന ഒന്നാണ് മതം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് മതമെന്ന് പറഞ്ഞാൽ അത് മനുഷ്യരുടെ സർവ സ്വാതന്ത്ര്യത്തിനും കൂച്ചുവിലങ്ങിടുന്ന, എല്ലാവിധത്തിലുമുള്ള പുരോഗതിയെയും തടസ്സപ്പെടുത്തുന്ന, മനുഷ്യരുടെ കഴിവുകളെ പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുന്ന അത്തരത്തിൽ ഒരു പിന്തിരിപ്പൻ ചിന്താഗതിയാണ് മതം എന്ന് വർത്തമാനകാലത്ത് പലരും തെറ്റിദ്ധരിക്കുകയോ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നു. മറ്റൊരു ഭാഗത്ത് മതമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിലെ ഒരു മേഖലയിലും യാതൊന്നും പറയാനില്ലാത്ത, ആകാശത്തിൻ്റെ മുകളിലും ഭൂമിക്കടിയിലുമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാനുള്ള, അല്ലെങ്കിൽ മരിച്ചു പോയതിൻ്റെ ശേഷമുള്ള പരലോകത്തെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുവാനുള്ള ഒരു ദർശനമാണ് മതമെന്ന് വേറെ ചിലർ തെറ്റിദ്ധരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് മതമെന്ന് പറഞ്ഞാൽ ഇന്ന് ആളുകളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന, ആളുകൾക്ക് തമ്മിൽ അടിക്കുവാനും ബോംബ് വെക്കുവാനും മനുഷ്യരെ നശിപ്പിക്കുവാനും ഉപയോഗിക്കുന്ന പ്രത്യയശാസ്ത്രമായിട്ട് മതത്തെ പലരും ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെയാണ് എന്താണ് മതം എന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കേരളീയ ജനതയോട് പറയാനുള്ളത്. അതിൻ്റെ മുമ്പ് എന്തുകൊണ്ട് മതത്തെക്കുറിച്ച് ലോകത്ത് ഇത്രമാത്രം വലിയ തെറ്റിദ്ധാരണ ഉണ്ടായി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് വേണം ഈ വിഷയം തുടങ്ങാൻ. ലോകത്ത് മതത്തെ ആളുകൾ തെറ്റിദ്ധരിക്കുവാൻ കാരണം, വിശിഷ്യ ദൈവിക മതങ്ങളെ ലോകത്ത് മനുഷ്യർ തെറ്റിദ്ധരിക്കുവാൻ കാരണം ആ മതവേദഗ്രന്ഥങ്ങളുടെ ദർശനങ്ങൾ അല്ല, അല്ലെങ്കിൽ ആ മതവേദഗ്രന്ഥങ്ങളുടെ പ്രവാചകന്മാർ ലോകത്തോട് ഉദ്ഘോഷിച്ച ഉദ്ഘോഷങ്ങളല്ല മനുഷ്യരെ തെറ്റിദ്ധാരണയിലേക്ക് നയിച്ചത്. മറിച്ച് മതം തങ്ങളുടെ അതരപൂരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ, മതം തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആയുധമായി ഉപയോഗപ്പെടുത്തിയ പൗരോഹിത്യമാണ് ലോകത്ത് സാധാരണ മനുഷ്യർക്കിടയിൽ ഇത്രമേൽ മതത്തിനെതിരെ, മതത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള കാരണം. അത് ഏറെക്കുറെ എല്ലാ മതങ്ങളെക്കുറിച്ചും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ലോകത്ത് പരന്നിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ചരിത്രത്തിലെ ചില വസ്തുതകൾ നാം കാണേണ്ടതുണ്ട്. മതമെന്ന് പറഞ്ഞാൽ ലോകത്ത് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന, മനുഷ്യരുടെ ചിന്തയെക്കുറിച്ച്, മനനത്തെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, ശാസ്ത്രബോധത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യർ ഒരു കാലത്ത് മതത്തെ കണ്ടിരുന്നത് ശാസ്ത്രജ്ഞന്മാരെയും വിദ്യാസമ്പന്നരെയും വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയും കൊന്നൊടുക്കുന്ന, തങ്ങളുടെ താല്പര്യങ്ങൾക്ക്, പള്ളിമേടകളിലെ പുരോഹിതന്മാരുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് ശാസ്ത്ര സത്യം വിളിച്ചു പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരെ കൊന്നൊടുക്കുന്ന ക്രൂരതയുടെ ഭാഗമായിട്ടാണ് ലോകത്ത് ഒരു കാലത്ത് മതത്തെ കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഡാർക്ക് ഏജ് എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിൻ്റെ മണ്ണിൽ ഇന്ന് മനുഷ്യർ പലപ്പോഴും, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾ പലപ്പോഴും അന്ധമായി അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്പിൻ്റെ മണ്ണിൽ ഒരു കാലത്ത് മതമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ പഠിക്കാനോ ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ പാടില്ല, മറിച്ച് പുരോഹിതന്മാർ ഓതിത്തരുന്ന വേദവാക്യങ്ങളെ അതുപോലെ ഉരുവിട്ടുകൊണ്ട് ഞങ്ങളും മതത്തിൻ്റെ ആളുകളാണ്. മതമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജനനം, മനുഷ്യൻ്റെ വിവാഹം, മനുഷ്യൻ്റെ മരണം, ഈ 3 വേദികളിൽ മാത്രമേ മതത്തിന് പ്രത്യേകിച്ച് പങ്കാളിത്തമുള്ളൂ. അല്ലാത്ത മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തിലോ മനുഷ്യൻ്റെ കച്ചവടത്തിലോ മനുഷ്യൻ്റെ കുടുംബജീവിതത്തിലോ ഒന്നും മതത്തിന് പ്രത്യേകമായ റോളില്ല എന്ന് വരുത്തി തീർത്ത യൂറോപ്പിലെ പുരോഹിതന്മാർ, ക്രൈസ്തവ പുരോഹിതന്മാരാണ് ലോകത്ത് ഇത്രമേൽ മതത്തെ തെറ്റിദ്ധരിക്കപ്പെടാനുണ്ടായ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, ഈ മതം, യൂറോപ്പിലെ ക്രൈസ്തവ മതം
മനുഷ്യന്റെ വിദ്യാഭ്യാസത്തിനും മനുഷ്യന്റെ ശാസ്ത്ര പുരോഗതിക്കും എതിരായി നിൽക്കുമ്പോഴാണ് 6-ാം നൂറ്റാണ്ടിന്റെ കാട്ടറബികൾക്കിടയിലേക്ക് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദർശനവുമായിട്ട് കടന്നു വരുന്നത്. എന്താണ് ആ ദർശനത്തിന്റെ ലക്ഷ്യം? അത് കേവലം നിങ്ങളെല്ലാവരും യേശുവിനെ അനുസരിക്കുന്നതിൽ നിന്ന്, ഈസാ നബിയെ അനുസരിക്കുന്നതിൽ നിന്ന് അത് മാറിയിട്ട് മുഹമ്മദ് നബിയെ അനുസരിക്കണം എന്ന് പഠിപ്പിക്കാനായിരുന്നില്ല മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തേക്ക് കടന്നു വന്നത്. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇവിടെയുള്ള പല പല ഗോത്രങ്ങളുടെ ദൈവങ്ങളുണ്ട്, ആ ഗോത്രങ്ങളുടെ ദൈവത്തെയൊക്കെ മാറ്റി നിർത്തിയിട്ട് മുഹമ്മദ് പഠിപ്പിക്കുന്ന പുതിയൊരു ദൈവത്തെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാനായിരുന്നില്ല ലോകത്തേക്ക് മതം ഇസ്ലാം കടന്നു വന്നത്. മറിച്ച് ഇസ്ലാം എന്തിനു വേണ്ടി കടന്നു വന്നു എന്ന് 2 ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ. എന്തിനാണ് യൂറോപ്പിന്റെ മണ്ണിൽ കോപ്പർനിക്കസും ഗലീലിയോയും അതുപോലെയുള്ള ശാസ്ത്രജ്ഞന്മാരും ചുട്ടരിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിലേക്ക് ഇഖ്റഇന്റെ സന്ദേശവുമായിട്ട്, വിദ്യാഭ്യാസത്തിന്റെ, ചിന്തയുടെ, മനനത്തിന്റെ സന്ദേശവുമായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിക്കാൻ മാത്രം അറിയാവുന്ന ആ കാട്ടറബികളിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് എന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഖുർആൻ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നു. നിങ്ങളിലേക്ക് ഇത് അവതരിച്ചിട്ടുള്ളത്, നിങ്ങൾ അകപ്പെട്ടിട്ടുള്ള ഒരു ഇരുട്ടുണ്ട്, ഒരു അജ്ഞതയുടെ അന്ധകാരമുണ്ട്. അതിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ശാസ്ത്രബോധത്തിലേക്ക്, വിശ്വാസത്തിലേക്ക്, അതുപോലെ തന്നെ പുരോഗതിയിലേക്ക്, വിജ്ഞാനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ വേദഗ്രന്ഥം ഇറക്കി തന്നത് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത്, മതം മനുഷ്യനിലൂടെ ലക്ഷ്യമാക്കുന്നത് കേവലം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന മന്ത്രോച്ചാരണങ്ങളല്ല മതമെന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്, മറിച്ച് മനുഷ്യന്റെ എല്ലാവിധത്തിലുമുള്ള പുരോഗതിയിലേക്ക് നയിക്കാനാണ് മതം. രണ്ടാമത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു എന്തിനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തേക്ക് കടന്നു വന്നത്. വയളഉ അൻഹും ഇസ്റഹും വൽഅലാല ലത്തി കാനത് അലൈഹ. നിങ്ങളുടെ മേലുള്ള ചുമലുകളിലുള്ള കുറേ ഭാരങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ഭാരങ്ങൾ? ഒന്ന്, പൗരോഹിത്യം മനുഷ്യന്റെ ചുമലിലേക്ക് വെച്ചിട്ടുള്ള വലിയ ഭാരമുണ്ട്. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ യഅകുലൂന അംവാലൻ നാസ ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാ. പുരോഹിതന്മാർ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മുതുകുകളിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വലിയ ഭാരം അവരെ ചങ്ങലക്കെട്ടുകളിൽ കുരുക്കിയിരിക്കുന്നു. ഇതിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന്റെ ഉദ്ദേശമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു. പറഞ്ഞു വന്നത്, മതം എന്നത് കേവലം ഇവിടെ പലരും തെറ്റിദ്ധരിച്ചതുപോലെ പള്ളിയുടെ മൂലകളിൽ തസ്ബീഹ് മാലകളും തഹ്ലീലുകളുമായിട്ട് കൂടുന്ന ഒന്നിനെ മാത്രമല്ല മതമെന്ന് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഇന്ന് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഇസ്ലാമിക ലോകം ഇത്രമേൽ പുറകോട്ട് പോയി എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ എളുപ്പമാണ്. അത് മനുഷ്യരെ മതമായിട്ട് പഠിപ്പിച്ച ഒരു കാലത്ത് മതമായി പഠിപ്പിച്ച ഒന്നുണ്ടായിരുന്നു. ഇസ്ലാമിക സ്പെയിൻ, കോർഡോവയിലെ കോർഡോവ യൂണിവേഴ്സിറ്റി. ആ കോർഡോവ യൂണിവേഴ്സിറ്റിയുടെ പള്ളിയുടെ മുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, ഗോളശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച്, അതുപോലെ 40 ഒട്ടകപ്പുറത്ത് മൊബൈൽ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കി. അങ്ങനെ ശാസ്ത്രലോകത്ത് മതവും ജാതിയും നോക്കാതെ പുരോഗതി ഉണ്ടാക്കിയിരുന്നൊരു ദർശനമാണ് ഇസ്ലാം. ജൂത സമൂഹത്തിന്റെ മൂസാ നബി അലൈഹിസ്സലാം കഴിഞ്ഞാൽ ഏറ്റവും പുണ്യപുരുഷനായി കണക്കാക്കപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്. മൂസസ് മൈനോനോട്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എവിടെയാ ജീവിച്ചത്? ഇസ്ലാമിക സ്പെയിനിൽ ജീവിച്ച് ഇബ്നു റുഷ്ദിന്റെ ശിഷ്യനായി വളർന്ന് ലോകത്തോളം ഉയർന്നു വന്ന ജൂതനായ മനുഷ്യൻ ഇസ്ലാമിക സമൂഹത്തിന് ഇഖ്റഇന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വിജ്ഞാനത്തിന്റെ വിശ്വവിഹായസിലേക്ക് ഉയർന്നപ്പോ ആ സമൂഹത്തിന് അന്യമതസ്ഥരായ ആളുകളെ
വൈജ്ഞാനിക മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അതാണ് ഇസ്ലാം ലോകത്ത് വരുത്തിയ വലിയ വിപ്ലവം. എന്നാൽ ഈ ശാസ്ത്രബോധത്തിൽ നിന്ന് മനുഷ്യരെ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പിടിച്ച് പിറകോട്ട് വലിക്കാനുള്ള ശ്രമമുണ്ടായി. അത് സൂഫിസത്തിൻ്റെ പേരിൽ, ഷിയായിസത്തിൻ്റെ പേരിൽ, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ജിന്നിൻ്റെയും പിശാജിൻ്റെയും സിഹിറിൻ്റെയും ഒക്കെ പേരിൽ നടക്കുന്ന ലോകത്ത് ഇത് ഒരു പുതുമയുള്ള സാധനമല്ല. മറിച്ച് മതമെന്ന് പറഞ്ഞാൽ കേവലം ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല, ചിന്ത ഉപയോഗിക്കാൻ പാടില്ല. മറിച്ച് പുരോഹിതന്മാർ ഉരുവിട്ട് തരുന്ന കേവലം മന്ത്രോച്ചാരണങ്ങൾ മാത്രമാണ് മതമെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് എല്ലാ മതസമൂഹങ്ങളെയും പുരോഗതിയിൽ നിന്ന് പിറകോട്ടേക്ക് വലിച്ചത്. ഇവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കൃത്യമായി മതം എന്തെന്ന് പഠിപ്പിക്കാനുള്ളത്. ഒന്നാമത്തേത്, ബുദ്ധി ഉപയോഗിക്കാത്തിടത്ത് മതമില്ല. ബുദ്ധിക്ക് സ്ഥാനമില്ലാത്തൊരു മതം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം, മനനം ചെയ്യണം, പഠിക്കണം. പഠനവും മനനവും ചിന്തയും ഉപയോഗിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ മതം മനുഷ്യന് വിശ്വാസയോഗ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നാമത് മതത്തിന് മനുഷ്യരുടെ മുന്നിലേക്ക് പറയാനുള്ള ഒന്നാമത്തെ ലക്ഷ്യം, ബുദ്ധി മരവിച്ചുകൊണ്ട് ഒരു മതവിശ്വാസം എന്ന് പറയുന്നത് ലോകത്ത് അസാധ്യമാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയെ മാറ്റി നിർത്തി, ശാസ്ത്രബോധത്തെ മാറ്റി നിർത്തി, ചിന്തയെ മാറ്റി നിർത്തിയിട്ട് ഒരു മതബോധം എന്ന് പറയുന്നത് അസംഭവ്യമാണ് എന്ന് പറയാനാണ് ഇസ്ലാഹി പ്രസ്ഥാനം താല്പര്യപ്പെടുന്നത്. എന്താണ് കാരണം? അതിൻ്റെ കാരണം, ഖുർആൻ ലോകത്തിൻ്റെ മുന്നിൽ പഠിപ്പിച്ച മതമെന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയുടെ മൂശയിലിട്ടുരച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ വിശ്വാസികളായി തീരണമെന്നാണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ നല്ല ഒരു ഭാഗം ഉപയോഗിച്ചിട്ടുള്ളത് ശാസ്ത്രബോധമുണ്ടാക്കാനാണ്. നിങ്ങൾ നോക്കൂ, മക്കയിൽ അവതരിച്ച ആയത്തുകൾ, സൂറത്തുകളിൽ മഹാഭൂരിഭാഗവും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ഓരോന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടാ. ഗോളശാസ്ത്രത്തെ, ഭൂമിശാസ്ത്രത്തെ, ജീവശാസ്ത്രത്തെ, ജന്തുശാസ്ത്രത്തെ, ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ട് അഫലാ യൻളുറൂൻ, അഫലാ തഅഖിലൂൻ, അഫലാ യതദബ്ബറൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഈ ബുദ്ധി ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മതം മനുഷ്യരുടെ മുന്നിൽ, ഇസ്ലാം ലോകത്തിൻ്റെ മുന്നിൽ വിശ്വാസ ദർശനം വെക്കുന്നത്. ഇനി മതത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള കാര്യമായ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, മതം മനുഷ്യന്റെ ജീവിതത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാധനാ കർമ്മങ്ങളിൽ മാത്രം ഇടപെടേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് സംഗീതത്തെക്കുറിച്ച്, കലകളെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച്, അത്തരം ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് മതപണ്ഡിതന്മാർ, മതവേദികൾ, മതസംഘടനകൾ സംസാരിക്കാൻ പാടില്ല എന്ന തെറ്റായ ധാരണ നാട്ടിലുണ്ടായത്. മറിച്ച് എന്താണ് ഇസ്ലാം ലോകത്തിൻ്റെ മുന്നിലേക്ക് വെക്കുന്നത്? അത് മനുഷ്യർ ഭൗതിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും ആനന്ദമുള്ളവരായി തീരണം. പലരും ഇവിടെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, വിശ്വാസികളെന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ, ദൈവവിശ്വാസികളെന്ന് പറഞ്ഞാൽ, പരലോകത്ത് വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവർ ഭൗതിക ലോകത്തുള്ള യാതൊരു വിഷയങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയാത്തവർ, ഭൗതിക ജീവിതത്തിലെ യാതൊരു വിഷയത്തിലും താല്പര്യമില്ലാത്തവർ. അങ്ങനെയാണ് പലരും നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഇസ്ലാം ഏറ്റവും പ്രധാനമുള്ളൊരു പ്രാർത്ഥന പഠിപ്പിച്ചു. എന്താണ് ആ പ്രാർത്ഥന? റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുവേ, ദൈവമേ, പടച്ച തമ്പുരാനെ, എനിക്ക് നീ ഭൗതിക ലോകം മനോഹരമാക്കി തരണം, ആനന്ദപൂർണമാക്കി തരണം. അതുപോലെ എൻ്റെ പരലോക ജീവിതവും ആനന്ദമുള്ളതാക്കി തീർക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പലരും തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നത് പോലെ മതമെന്ന് പറയുന്നത് ദേവാലയങ്ങളിലെ മൂലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. മറിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും മതം ഇടപെടുന്നു. മനുഷ്യ ജീവിതത്തെ മുച്ചൂടും നന്നാക്കിയെടുക്കുക എന്നതാണ് മതത്തിൻ്റെ ലക്ഷ്യം. ഇനി ഒന്നുകൂടി പറയട്ടെ, ലോകത്ത് മാറ്റങ്ങൾ സംഭവിച്ച, മാറ്റങ്ങൾ അനിവാര്യമായ പലതുമുണ്ട്. ഇപ്പം പലരും പറയണം എന്താ അറിയോ, നമ്മുടെ നാട്ടിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ, അതുപോലെ
കുറച്ചൊക്കെ ബുദ്ധിക്ക് മാന്യം സംഭവിച്ചിട്ടുള്ള എക്സ് മുസ്ലിം കേട്ടിട്ടില്ലേ? എക്സ് മുസ്ലിം വേറൊന്നും കേട്ടിട്ടില്ല. എക്സ് ഹിന്ദു ഇല്ല, എക്സ് ക്രിസ്ത്യാനി ഇല്ല, എക്സ് മുസ്ലിം ഉണ്ട്. അതിൻ്റെ ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരാം. എന്താ അങ്ങനെ എക്സ് വരാൻ കാരണം എന്നുള്ളത്. ഇവരുടെ അഭിപ്രായം എന്താ അറിയോ? മതമെന്ന് പറഞ്ഞാൽ അത് കാലഹരണപ്പെട്ടു പോയി. കാരണം എന്താ? മതം മാറ്റങ്ങൾക്ക് വിധേയമല്ല. ഇസ്ലാമിക ദർശനം, മതദർശനം മാറ്റത്തിന് വിധേയമാകുന്നില്ല. മനുഷ്യൻ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടേയിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മാറ്റം സാധ്യമാകാത്ത മതവിശ്വാസം കാലഹരണപ്പെട്ടതാണ് എന്നാണ് പലരുടെയും ധാരണ. പരിശോധിച്ച് നോക്കൂ. രാഷ്ട്രീയ രംഗം മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് അല്ലേ? മാറ്റം അനിവാര്യമാണ്. എന്താ കാരണം? അവിടെയൊക്കെ നിലവിലുള്ള സാഹചര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ശാസ്ത്ര അഭിപ്രായങ്ങൾക്ക് പോലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ബുദ്ധിപരമായി തെളിയിക്കപ്പെടാത്ത ശാസ്ത്ര സത്യങ്ങൾ, ശാസ്ത്രവാദങ്ങൾ പലപ്പോഴും മാറ്റിയിട്ടുണ്ട്. എന്താ കാരണം? അത് കാലാന്തരത്തിൽ പഠനത്തിന്, ചിന്തക്ക് വിധേയമാക്കുമ്പോൾ മാറ്റങ്ങൾ അനിവാര്യമായി തീരുന്നു. ഇതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന പലതവണ അതിൽ ഭരണഘടനാ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. എന്താ കാരണം? മാറ്റങ്ങൾ അനിവാര്യമാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ഇതൊക്കെ മാറ്റമുണ്ടാക്കാൻ കാരണം എന്താ? മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യൻ്റെ ചിന്തയും ബുദ്ധിയും മാറും. എന്നാൽ മതം സംസാരിക്കുന്നത് കേവലം ബുദ്ധിയോട് മാത്രമല്ല, മറിച്ച് ബുദ്ധിയിലൂടെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മനസ്സ് പരിവർത്തനമുള്ളതാക്കി മാറ്റണം. ലോകത്തൊരു മാറ്റവും സംഭവിക്കാത്ത ഒന്നാണ് മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്ന് വർത്തമാന കാലത്ത് കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. എന്തേ കൊലപാതകത്തിന് കാരണം? സ്വാർത്ഥ താല്പര്യങ്ങൾ, സാമ്പത്തിക തർക്കങ്ങൾ, പെണ്ണ് കേസുകൾ, സ്വത്ത് തർക്കങ്ങൾ. ഇതൊക്കെയാണ് ലോകത്ത് കൊലപാതകങ്ങൾ നടക്കാൻ കാരണം. അതിന് കൊലപാതകത്തിന് പുതിയ വേർഷനുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഒരു 50 കൊല്ലം മുമ്പ്, 100 കൊല്ലം മുമ്പ് അല്ല, ആദാമിൻ്റെയും ഹവ്വയുടെയും മക്കള് കാബീലും ഹാബീലും അവര് പരസ്പര സംഘടന ഉണ്ടായി, കാബീലിനെ കൊന്നു. എന്താ കാരണം? അതൊരു സ്ത്രീയുടെ വിഷയമായിരുന്നു, അതൊരു അസൂയയായിരുന്നു. ഇന്നും കൊല നടക്കുന്നതെൻ്റെ ആ അസൂയ തന്നെയാണ് കാരണം, ആ സ്ത്രീ കേസ് തന്നെയാണ് കാരണം. 150-200 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ, അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ കൊലപാതകം നടന്നിട്ടുണ്ട്. ഇന്നും കൊലപാതകം നടക്കുന്ന എന്തിനാ? അതേ കാര്യത്തിന് തന്നെയാണ് നടക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സ് അത് മാറ്റത്തിന് വിധേയമല്ല. മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഒരേപോലെ പോകുന്നതാ. പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധി പരിവർത്തനത്തിന് വിധേയമാകും. ആ ബുദ്ധിക്ക് പരിവർത്തനമുണ്ടായതാണ് ശിലായുഗത്തിൽ മനുഷ്യർ ആളെ കൊല്ലാൻ ഉപയോഗിച്ചത് കല്ലിൻ്റെ ആയുധമാണെങ്കിൽ, എറിഞ്ഞിട്ടാണ് കൊന്നിരുന്നതെങ്കിൽ ഇന്ന് മനുഷ്യർ ആളുകളെ കൊല്ലാൻ ആറ്റം ബോംബുകൾ ഉപയോഗിക്കുന്നു. ബുദ്ധി വികസിച്ചിട്ടുണ്ട്, മനുഷ്യൻ്റെ മനസ്സ് വികസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മതം മനുഷ്യരെ കൈകാര്യം ചെയ്യുന്നത് കേവലം മനുഷ്യരുടെ ബുദ്ധിയെ മാത്രമല്ല, മറിച്ച് മതം അടിസ്ഥാനപരമായി കൈകാര്യം ചെയ്യുന്നത് മനുഷ്യൻ്റെ മനസ്സ് സംസ്കരിക്കപ്പെടണം. ഇവിടെ ആവശ്യം മനുഷ്യർ നന്നാകണമെങ്കിൽ, മനുഷ്യർ നന്മയുള്ളവരായി തീരണമെങ്കിൽ മനുഷ്യരുടെ മനസ്സ് നന്നാവണം. ഖദ് അഫ്ലഹ മൻ ദക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനുഷ്യൻ്റെ മനസ്സ് അത് ആര് നന്നാക്കിയെടുത്തോ അവൻ വിജയിച്ചു. മനുഷ്യൻ്റെ മനസ്സ് ആര് തിന്മയിലാക്കിയോ അവൻ പരാജയപ്പെട്ടു. അതല്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിലൊരു മാംസമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നാകും. അലാ വഹിയൽ ഖൽബ്, അത് നിങ്ങളുടെ മനസ്സാകുന്നു. നിങ്ങളുടെ ചിന്തയുടെ, നിങ്ങളുടെ ആലോചനയുടെ പ്രഭവ കേന്ദ്രമായ മനസ്സ് നന്നായെങ്കിലേ മനുഷ്യർ മുഴുവൻ നന്നാവുകയുള്ളൂ. അപ്പോ എല്ലാം മാറ്റത്തിന് വിധേയമാകുമ്പോഴും ഇടമറുക് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിരുന്നു. ഇടമറുകിൻ്റെ മനസ്സെന്താ? മതത്തെ പരാജയപ്പെടുത്തണം. ഇന്ന് ജബ്ബാർ മാഷിൻ്റെ മനസ്സെന്താ? മതത്തെ പരാജയപ്പെടുത്തണം. മനസ്സുകൾ തമ്മിൽ വ്യത്യാസമില്ല. ഇടമറുക് കുറച്ച് സത്യസന്ധനായിരുന്നു, ജബ്ബാർ മാഷ് അത്രമാത്രം സത്യസന്ധനല്ല. അല്ലെങ്കിൽ സി രവിചന്ദ്രൻ ഇന്ന് പ്രവർത്തിക്കുന്നു, യു കലാനാഥൻ ഒരു കാലത്തുണ്ടായിരുന്നു, കലാനാഥൻ കുറച്ച് സത്യസന്ധനായിരുന്നു, സി രവിചന്ദ്രൻ അത്രമാത്രം സത്യസന്ധനല്ല. ഈ മാറ്റേ ഉള്ളൂ. മനുഷ്യൻ്റെ മനസ്സിൽ മാറ്റമില്ല.
മനുഷ്യന്റെ ചിന്തയിൽ അതുപോലെ തന്നെ ബുദ്ധിയിൽ മാത്രമേ മാറ്റമുള്ളൂ. ഇവിടെയാണ് മതം കൈകാര്യം ചെയ്യുന്നത്. ഇത് രണ്ടിനെയും കൂടിയാണ് മതം കൈകാര്യം ചെയ്യുന്നത്. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ മനസ്സിന് പരിവർത്തനമുണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് മനുഷ്യർക്ക് പുരോഗതി ഉണ്ടാകുന്നത്. സൂചിപ്പിച്ചത് മതം കേവലം ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം പരിമിതമായി ആലോചിക്കാൻ ആവശ്യപ്പെടുന്നതല്ല, മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മതം ഇടപെടുന്നു. എന്തുകൊണ്ട് ഇടപെടുന്നു? എല്ലാ മേഖലയിലുമുള്ള സംസ്കരണമാണ് മതം ലക്ഷ്യമാക്കുന്നത്. നോക്കൂ, മതം 3 തരത്തിലുള്ള ബന്ധങ്ങൾ നന്നാക്കാനാണ് ലോകത്തോട് ആവശ്യപ്പെടുന്നത്. അതിലൊന്ന് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. ആരാണ് ദൈവം? ആ ചോദ്യമാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുന്നിൽ വിശുദ്ധ ഖുർആനിലെ ദശക്കണക്കിന് നൂറുകണക്കിന് ആയത്തുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് മനുഷ്യരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നത്. ആരാണ് ദൈവം എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താനാണ്. എന്താ കാരണം? ഇവിടെ ഒരു ദൈവവിശ്വാസമുണ്ട്. ഭയപ്പാടിൻ്റെ ദൈവവിശ്വാസമാണ് ലോകത്ത് നേരത്തെ ഉണ്ടായിരുന്നത്. എന്താ അത്? പ്രകൃതി പ്രതിഭാസങ്ങൾ, ഇടികൾ, മിന്നൽ, കൊടുങ്കാറ്റ്, ഇതൊക്കെ ദൈവികമാണ്, ദൈവമാണ് എന്ന് കരുതിയിട്ട് ഒരു സമൂഹമുണ്ട്. ഭൂത പ്രേത പിശാചുക്കൾ ഇതാണ് ദൈവമെന്ന്, ദേവന്മാരെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുണ്ട്. അതുപോലെ പലതിനെയും പേടിയോടുകൂടി ദൈവമെന്ന് സങ്കല്പിച്ചിരുന്ന ആളുകൾ, അങ്ങനെയുള്ള വിശ്വാസം ലോകത്തുണ്ടായിരുന്നു. ഇവിടെയാണ് ദൈവത്തെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. കാരുണ്യവാനായ ഒരു ദൈവം, മനുഷ്യരോട് മുഴുവനും കാരുണ്യം കാണിക്കുന്ന ദൈവം. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ ഇന്ന് കാണുന്ന മിക്കവാറും ഈ കഥകൾ, മായാവി കഥകൾ അഖിലവും മനുഷ്യരെ ഭയപ്പെടുത്താനുള്ളതാ. ദൈവകോപമുണ്ടായിട്ട് നശിച്ചു പോയവർ, ദൈവകോപമുണ്ടായിട്ട് നാശം സംഭവിച്ചവർ, ഇങ്ങനെയാണ് പലപ്പോഴും ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്. മറിച്ച് ഫൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി. മനോഹരമാണ് ഖുർആൻ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ പരിചയപ്പെടുത്തുന്നത്. ആരാണ് ദൈവം? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ. ദൈവം നിങ്ങൾക്ക് അപ്രാപ്യമായ ഏതോ ശക്തിയല്ല. ഇന്ന് പലരും അങ്ങനെയാണ് കരുതിയിട്ടുള്ളത്. എന്താ ദൈവം എന്ന് പറഞ്ഞാൽ? നമ്മുടെ പിണറായി വിജയനെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ നമുക്ക് നേർക്ക് നേരെ പോയി കാണാൻ പറ്റൂല. MLA-യുടെ, MP-യുടെ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. നരേന്ദ്രമോദിയെ തീരെ കാണാൻ പറ്റില്ല. ഇതുപോലെ ദൈവമെന്ന് പറയുന്നത് മനുഷ്യർക്ക് അപ്രാപ്യമായ ഏതോ ഒരു ശക്തിയാണെന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇവിടെയാണ് ഇസ്ലാം ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്. ദൈവം നിങ്ങളുടെ ജീവനാഡിയേക്കാൾ അടുത്തവനാണ്. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നിങ്ങളുടെ ജീവനാഡിയേക്കാൾ, കണ്ടനാഡിയേക്കാൾ അടുത്തവനാണ്. അതുകൊണ്ട് എന്നോട് ചോദിച്ചാൽ എന്തും ചോദിക്കാൻ, ഏത് സമയത്തും എന്നോട് ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ളവനാണ് മനുഷ്യൻ. അങ്ങനെയാണ് ഞാൻ മനുഷ്യരെ സൃഷ്ടിച്ചത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവവിശ്വാസം എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള കെട്ടിക്കുടുക്കുകളിലും ഇല്ലാത്തതാ. എന്താ കാരണം? ദൈവമെന്ന് പറയുന്നത് കേട്ടാൽ തിരിയാത്ത ഭാഷയിൽ സംസാരിക്കുന്നവനല്ല, അല്ലെങ്കിൽ ഒന്നും കേൾക്കാൻ തയ്യാറാകാത്തവനല്ല ദൈവമെന്ന് പറയുന്നത്. മറിച്ച് നിങ്ങളോട് അങ്ങേയറ്റത്തെ കാരുണ്യം കാണിക്കുന്ന റഹ്മാനും റഹീമുമായ കാരുണ്യവാനായ ഒരു ദൈവം തമ്പുരാൻ, അതിനെയാണ്, അങ്ങനെയുള്ളൊരു ദൈവത്തെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താ? ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യൻ്റെ ഭൂമിയിലെ ദൗത്യം എന്ന് പറയുന്നത് ദൈവികമായ സംതൃപ്തിയോടുകൂടി ജീവിക്കുക എന്നതാണ്. മനുഷ്യനെ അല്ലാഹു ഭൂമിയിലേക്ക് സൃഷ്ടിച്ചതെന്തിനാ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ദൈവികമായ കൽപ്പനക്ക് അനുസരിച്ച് ജീവിക്കുവാനും പടച്ചതമ്പുരാന് ആരാധന നടത്തുവാനുമല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യ ജീവിതത്തിൻ്റെ ധർമ്മമെന്ന് പറയുന്നത്, ദൗത്യമെന്ന് പറയുന്നത് ദൈവിക ഹിതത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ദൈവം
മനുഷ്യരോട് കൽപ്പിച്ച ചില കൽപ്പനകളുണ്ട്. അതെന്താ? നിങ്ങൾ മാന്യന്മാരായിരിക്കണം, അന്ധമായി ഏതെങ്കിലും ഒന്നിൻ്റെ പിറകെ പോകരുത്, അന്ധമായ വിശ്വാസമല്ല നിങ്ങൾക്ക് വേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ദൈവത്തെ മനുഷ്യൻ മനസ്സിലാക്കുന്നിടത്ത് അന്ധമായി ആരുടെയെങ്കിലും പ്രസംഗങ്ങൾ കേട്ട്, ആരുടെയെങ്കിലും ഉപദേശങ്ങൾ കേട്ട് മാത്രം ദൈവത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കരുത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് ദൈവത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. പടച്ചവനെക്കുറിച്ച് പഠിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ ദൈവികമായ കൽപ്പന എന്ത്? അത് ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും എൻ്റെ വിവാഹം എങ്ങനെയാവണം, എൻ്റെ കച്ചവടം എങ്ങനെയാവണം, എൻ്റെ ഇടപാടുകൾ എങ്ങനെയാവണം, എല്ലാറ്റിനെക്കുറിച്ചും കൃത്യമായ ഒരു കൽപ്പന ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ആ കൽപ്പനകൾ ശിരസാവഹിക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ ദൈവിക ബോധമുള്ളവനായിത്തീരുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്, മനുഷ്യനോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് ദൈവം തമ്പുരാൻ. ആ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മനുഷ്യർക്ക് ജീവിതം ചിട്ടപ്പെടുത്താൻ കഴിയണം. അപ്പോഴാണ് ഒരാൾ മതവിശ്വാസിയായിത്തീരുന്നത്. അതിൻ്റെ ഗുണമെന്താ? അതിൻ്റെ ഗുണം മനുഷ്യൻ സത്യസന്ധനായിത്തീരണം, മനുഷ്യൻ അക്രമത്തിൽ നിന്ന് പിന്തിരിയണം, മനുഷ്യർ ആളുകൾക്ക് പരോപകാരം ചെയ്യുന്നവനായിത്തീരണം. ഇങ്ങനെയാകുമ്പോഴാണ് ഒരു മനുഷ്യൻ ദൈവിക ഹിതമനുസരിച്ച് ഭൂമിയിൽ ജീവിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത് ഒരു മതം മനുഷ്യനോട് കൽപ്പിക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ അത് സുദൃഢമാക്കി മാറ്റണം. എന്തിനാ മതം? മതം എന്തിനെന്ന് ചോദിച്ചാൽ, ഈ അങ്ങാടിയിലെ തിരൂരിലെ പട്ടണത്തിൽ മനുഷ്യർക്ക് തമ്മിൽ ചണ്ടയില്ലാതിരിക്കാനാണ് മതം. പലരും മനസ്സിലാക്കിയത് മതമെന്ന് പറഞ്ഞാൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനും കൊല്ലാനും ഉള്ളതാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മതം എന്തിനാ? മതം മനുഷ്യനോട് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കണം. അതിനൊന്നാമത്തെ കൽപ്പന എന്താ? ഒരു മനുഷ്യൻ മതവിശ്വാസിയായി തീരുകയാണെങ്കിൽ ഒന്നാമതായി അവൻ്റെ മേൽ നിർബന്ധമായി തീരുന്ന ഘടകമാണ് എല്ലാ മനുഷ്യരെയും ആദരിക്കുക. മനുഷ്യർക്കിടയിൽ ഉച്ചനീചത്വം പാടില്ല. എന്താ മതത്തിന് ലോകത്തോട് പറയാനുള്ളത്? ഒരു മനുഷ്യൻ ആദിവാസിയായിപ്പോയി, താഴ്ന്ന ജാതിയിൽപ്പെട്ടവനായിപ്പോയി എന്നതിൻ്റെ പേരിൽ അവൻ്റെ മുഖത്തേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുന്ന വൃത്തികെട്ട സംസ്കാരം ലോകത്തുണ്ട്. അത് മതവിശ്വാസമല്ല, അത് മതദർശനമല്ല, അത് കാടൻ ദർശനമാണ്. ഇവിടെയാണ് മതത്തിന് മനുഷ്യരോട് പറയാനുള്ളത്, വലക്കത് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ ജനവിഭാഗത്തെയും, ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാകട്ടെ, ആ മനുഷ്യരെ ആദരിക്കാൻ പഠിപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ നാസ്തികവാദത്തിൻ്റെ ആളുകളുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ മതനിഷേധം പറയുന്നവരുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ദർശനത്തിൽ, ലോകത്ത് ഏതെങ്കിലും ഒരു ദർശനത്തിൽ, ഭൗതികമായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ മനുഷ്യനെ ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ദർശനം കാണാൻ കഴിയുമോ? എന്നാൽ വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമായി തീരണമെങ്കിൽ, മതവിശ്വാസം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമസ്കരിച്ചത് കൊണ്ടും നോമ്പ് നോറ്റത് കൊണ്ടും മാത്രം സാധ്യമാകുന്ന ഒന്നല്ല. മറിച്ച് തിരൂരിലെ പട്ടണത്തിലിറങ്ങിയാൽ, ഈ മാർക്കറ്റിലിറങ്ങിയാൽ ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരെ ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയുന്നില്ല എങ്കിൽ അവൻ യഥാർത്ഥ മതവിശ്വാസിയല്ല. അപ്പോ മതം മനുഷ്യർക്ക് കൽപ്പിച്ചു നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം മനുഷ്യർ തമ്മിലുള്ള ബന്ധം നന്നാക്കലാണെങ്കിൽ അതിലൊന്നാമത്തേത് മനുഷ്യർ പരസ്പരം ആദരിക്കണം. തീർന്നില്ല, ആരെയും അന്യരായിട്ട് കാണാൻ പാടില്ല. എന്തിനാ മതം? മനുഷ്യർക്കിടയിൽ സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനാണ്. വിശ്വാസത്തിൻ്റെ, ജാതീയതയുടെ, ഭാഷയുടെ, ദേശത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വൈജാത്യങ്ങളെയും മാറ്റി നിർത്തിയിട്ട് മനുഷ്യരെ ഏകോദര സഹോദരങ്ങളാക്കി മാറ്റാനാണ് മതം. അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ
നിങ്ങളെ ഒരു ആണിൽ നിന്ന് ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഗോത്രങ്ങളും വർഗങ്ങളും വർണ്ണങ്ങളും ഒക്കെ ആക്കി തിരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ആരാണോ സൂക്ഷ്മത ബോധമുള്ളവർ അവരാണ് യഥാർത്ഥത്തിൽ മാന്യന്മാർ, നല്ലവന്മാർ. മനുഷ്യർ തമ്മിൽ ഉച്ചനീചത്വങ്ങളില്ലാത്ത ഏകോദര സഹോദരന്മാരാണ് എന്ന ഒരു ചിന്ത മനുഷ്യരിൽക്കിടയിൽ ഉണ്ടാക്കിയെടുക്കലാണ് മതം ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ, വിഷയവുമായി ബന്ധമില്ലെങ്കിലും ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. മുസ്ലിം സമുദായത്തെക്കുറിച്ച്, മുസ്ലിങ്ങളെക്കുറിച്ച് അവർ ആരോടും സഹിഷ്ണുത പുലർത്താത്ത ആളുകളാണ്, അവരൊന്നിനോടും കോംപ്രമൈസ് ചെയ്യാത്തവരാണ് എന്ന ഒരു തെറ്റായ ധാരണ ആധുനിക ഇസ്ലാമോഫോബിയയുടെ ആളുകൾ പ്രത്യേകിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഖുർആനിനെ മുന്നോട്ട് വെക്കാനുള്ള ഒരു ദർശനത്തെ നോക്കൂ. നിങ്ങൾ ആരെയാണ്? നിങ്ങൾ യുദ്ധം ചെയ്യണം. ഖുർആൻ പ്രഖ്യാപിച്ചു നിങ്ങൾ യുദ്ധം ചെയ്യണം. എന്തിനു വേണ്ടി? നിങ്ങൾ യുദ്ധം ചെയ്തില്ല എങ്കിൽ ലഹുദ്ദിമത്തിസ്സവാമി അവൽ ബീഅ, നാട്ടിലെ ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ കനീസകൾ, ജൂത ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നൊരു അവസ്ഥയുണ്ടാകും. അത് ഇല്ലാതാക്കാൻ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചതാണ് ഖുർആനിൻ്റെ സന്ദേശം. എന്ന് പറഞ്ഞാൽ ഈ തിരൂരിലെ ഒരു മഹാക്ഷേത്രത്തിന് നേരെ ഏതെങ്കിലും ഒരു വിവരം കെട്ട മനുഷ്യൻ കല്ലെറിയാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ജിഹാദിനിറങ്ങണം. എന്തിന്? ആ അക്രമിയുടെ കൈപിടിക്കാൻ, ആ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അതിന് ജിഹാദിനിറങ്ങാൻ ബാധ്യതപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും വലം യുഖ്രിജൂകും അൻ ദിയാരികും അൻ തബറൂഹും വഅക്സിതുഹും. നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളോട് ഇങ്ങോട്ട് ശത്രുത പുലർത്താത്ത ഒരു സമൂഹത്തോട് അവരോട് നന്മയിൽ വർത്തിക്കുവാനും അവർക്ക് പുണ്യം ചെയ്യുവാനും ദൈവം തമ്പുരാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. പറഞ്ഞത് മനുഷ്യർ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കലാണ് ദൈവികമായ മതത്തിൻ്റെ മുഖ്യമായ ഒരു ലക്ഷ്യം. മറ്റൊന്ന്, എല്ലാ ചൂഷണങ്ങളിൽ നിന്നും, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കുന്നിടത്ത് മതത്തിന് പറയാനുള്ളത് മനുഷ്യർ പരസ്പരം എല്ലാ ചൂഷണങ്ങളിൽ നിന്നും മുക്തമായിരിക്കണം. എന്ന് നോക്കൂ. വീണ്ടും എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയാൻ മതത്തോളം കഴിയുന്ന മറ്റൊരു ദർശനത്തെ ലോകത്ത് കാണാൻ സാധിക്കില്ല. എന്താ കാരണം? ലോകത്തൊരു ഭാഗത്തൊരു ദർശനമുണ്ട്. എന്താണത്? ഇവിടെ സ്വകാര്യ സ്വത്തുകളെ വേണ്ട, എല്ലാം പൊതുസ്വത്ത്, എല്ലാവർക്കും തുല്യം. സോഷ്യലിസത്തിൻ്റെ, കമ്മ്യൂണിസത്തിൻ്റെ ഒരു ദർശനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ട്, ആർക്കും ഏറ്റക്കുറച്ചിലില്ല. കാരണം ലോകത്ത് നടന്ന ചരിത്ര വീക്ഷണമുണ്ട്. സഖാവ് എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ചരിത്ര വീക്ഷണമുണ്ട്. എന്താണത്? ലോകത്തെ ചരിത്രം എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സംഘട്ടനത്തിൻ്റെ ചരിത്രമാണ് ലോകത്തിൻ്റെ ചരിത്രം എന്നതാണ് സഖാവ് എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ചരിത്ര വീക്ഷണം എന്ന് പറയുന്നത്. ഇവിടെയാണ് ദൈവിക മതത്തിന് മുന്നോട്ട് വെക്കാനുള്ള ഒരു ദർശനം. എന്താണ്? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ശത്രുതയല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന്, ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടാകില്ല എന്ന അനുഭവവേദ്യമായ മനുഷ്യന്റെ പ്രകൃതി സത്യത്തെ നിഷേധിക്കുവാനും കഴിയുന്നതല്ല. മറിച്ച് മനുഷ്യന്റെ പ്രകൃതം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്, കഴിവുകൾ വ്യത്യസ്തമാണ്, ബുദ്ധിശക്തി വ്യത്യസ്തമാണ്, അധ്വാനശീലം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടാകും. എന്നാൽ ഉള്ളവൻ ഇല്ലാത്തവനെ ചൂഷണം ചെയ്യുന്ന ചൂഷണത്തിന്റെ മുതലാളിത്ത വ്യവസ്ഥക്കെതിരെയാണ് ഇസ്ലാം പടപൊരുതിയത്. എന്താ കാരണം? ഒരു ഭാഗത്ത് മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ശത്രുതയാണെങ്കിൽ മറുഭാഗത്ത് മുതലാളിത്വം തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നിടത്ത്, ഇതിനിടയിൽ ചൂഷണങ്ങൾക്ക്, സർവ്വ ചൂഷണങ്ങൾക്കും മധ്യയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. നോക്കൂ നിങ്ങൾ, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഈ കേരളം അനുഭവിക്കുന്ന പ്രശ്നം എന്താ? കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ നല്ല ഒരു ശതമാനം പലിശക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ലോകബാങ്കിൽ നിന്ന്, മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള കടബാധ്യതയുടെ
പലിശ അടക്കാനാണ് ഞാനും നിങ്ങളും രാവന്തിയോളം പണിയെടുത്ത് കൊടുക്കുന്ന ടാക്സിന്റെ നല്ലൊരു ഭാഗം ചെലവഴിക്കുന്നത് പലിശ അടക്കാൻ വേണ്ടിയാണ്. ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക ദർശനത്തെ നോക്കൂ നിങ്ങൾ. ഈ ഒരു മതത്തിനല്ലാതെ ദൈവിക ദർശനത്തിനില്ലാതെ ഇങ്ങനെ ഒന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, സാമ്പത്തിക രംഗത്ത് ഏത് രംഗത്തും മനുഷ്യന്റെ മനസ്സ് സംസ്കരിക്കപ്പെട്ടാലാണ് മനുഷ്യർക്കിടയിൽ പുരോഗതി ഉണ്ടാവുക. ഉള്ളവൻ്റെതെടുത്ത് ഇല്ലാത്തവന് കൊടുത്ത് ഇരുമ്പമറ സൃഷ്ടിച്ച് 75 കൊല്ലക്കാലം USSRൽ ഒരു ദർശനം ഭരണം നടത്തിയിരുന്നു. പക്ഷേ 1990കളുടെ ആദ്യത്തിൽ USSRന്റെ പതാക താഴ്ത്തിയിട്ട് റഷ്യ USSR ചിഹ്ന ഭിന്നമായപ്പോൾ നമ്മൾ കാണുന്നത് ബോംബെയിലെ തെരുവീതികളിൽ സുന്ദരികളായ റഷ്യൻ യുവതികൾ ശരീരം വിൽക്കാൻ വേണ്ടി, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ശരീരം വിൽക്കാൻ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ട്? ആ പറ്റേ ദാരിദ്ര്യമുള്ള അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചു. പ്രകൃതി സത്യത്തെ മനസ്സിലാക്കാത്ത ഒരു സാമ്പത്തിക ശാസ്ത്രമായിരുന്നു അത്. അവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെച്ച സാമ്പത്തിക ദർശനം എന്നത് ഉള്ളവൻ ഇല്ലാത്തവന് താങ്ങായി തീരണം. എങ്ങനെ? ഔദാര്യമായിട്ടല്ല, മുതലാളിയുടെ ഔദാര്യമല്ല, മറിച്ച് പാവപ്പെട്ടവ മനുഷ്യന്റെ അവകാശമായിട്ട് അധ്വാനിച്ച് കിട്ടുന്ന സമ്പത്തിന്റെ 2.5% കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതം ഇവിടെ മനുഷ്യർക്കിടയിൽ പഠിപ്പിക്കുന്നത് സമത്വത്തിന്റെ, മനുഷ്യർക്കിടയിലെ സാഹോദര്യത്തിന്റെ ഒരു ദർശനമാണ്. ഇനി നിങ്ങൾ നോക്കൂ, അമർത്യ സെന്ന് 1939 കൊൽക്കത്തയിലുണ്ടായ പട്ടിണി മരണമുണ്ട്. എങ്ങനത്തെ മരണം? ഞെട്ടിക്കുന്ന. ഇന്ത്യ രാജ്യത്ത് 2 സ്ഥലങ്ങളിൽ മാത്രമാണ് അത്രയേറെ ഞെട്ടിക്കുന്ന മരണമുണ്ടായത്. ഒന്ന് നിങ്ങളുടെ നാട്ടിലാണ്, മലപ്പുറത്ത് തിരൂരിലും താനൂരിലും അതുപോലെ ഈ മലപ്പുറത്തെ പ്രാന്തപ്രദേശങ്ങളിൽ കോളറ വന്നിട്ട് ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചൊടുങ്ങിയ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഈ നാട്ടിൽ. ഇതേ കാലഘട്ടം ഇത് കഴിഞ്ഞൊരു 10 വർഷം കഴിഞ്ഞപ്പോഴാണ് കൊൽക്കത്തയിൽ മനുഷ്യർ പട്ടിണി കിടന്നിട്ട് അന്നം കഴിക്കാൻ മണ്ണ് തിന്ന് ജീവിക്കേണ്ടി വന്ന ഗതികേടുണ്ടായിരുന്നൊരു കാലം. മനുഷ്യർ നിന്ന നിൽപ്പിൽ നിന്ന് മരിച്ചു പോകുന്ന അവസ്ഥ. ഇതിനെക്കുറിച്ച് ഇന്ത്യയുടെ അഭിമാനമായ അമർത്യ സെൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്ന് കൊൽക്കത്തയിലെ FCI ഗോഡൌണുകളിൽ ടൺ കണക്കിന് ഗോതമ്പുകൾ മുതലാളിമാരുടെ സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്നാൽ മുതലാളിത്ത വർഗം, ഭരണവർഗം അത് പാവപ്പെട്ടവന് കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് മരണമുണ്ടായത്. എവിടെയാണ്? ലോകത്ത് ആരാ ഇത് പഠിപ്പിക്കുന്നത്? മതമല്ലാത്ത മറ്റൊന്ന്. ഇത്രയേറെ ടൺ കണക്കിന് കോടിക്കണക്കിന് സ്വത്തുണ്ടായാലും പാവപ്പെട്ട മനുഷ്യൻ അത് കൊടുക്കൽ നിന്റെ ബാധ്യതയാണ് എന്ന് പഠിപ്പിക്കുന്ന ഭൗതികമായ ഒരു ദർശനത്തെയും കാണാൻ സാധിക്കില്ല. മറിച്ച് അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചുണ്ണുന്നവൻ എൻ്റെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ പെട്ടവനല്ല എന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യം പ്രസക്തമാകുന്നത് അവിടെയാണ്. ഇന്ന് രാജ്യത്തിൻ്റെ പ്രശ്നം എന്താ? ഇന്ത്യയിലെ പറ്റേ ദാരിദ്ര്യമാണ്. എവിടെ? ബീഹാറിൽ, ഒറീസയിൽ, ജാർഖണ്ഡിൽ, ഇവിടെയൊക്കെയുള്ള മനുഷ്യർ 35 രൂപ 25 രൂപയാ ഒരു ദിവസത്തെ വരുമാനം. നിങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ കാണുന്നില്ലേ? അവർ വെറുതെ വന്നവരല്ല, മറിച്ച് തങ്ങളുടെ നാട്ടിൽ ഒരു നേരത്തെ അന്നം കഴിക്കാൻ വകയില്ലാത്തത് കൊണ്ട് വന്നതാ. എന്നാൽ ഇതേ നാട്ടിൽ ഇന്ത്യയിലെ 65ൽ താഴെ വരുന്ന കോർപ്പറേറ്റുകളുടെ കയ്യിലുള്ളത് ദശകോടിക്കണക്കിന് സമ്പാദ്യമാണ്. ഒരു ഭാഗത്ത് അംബാനിയും അദാനിയും അതുപോലെയുള്ള ദശകോടിക്കണക്കിന് സമ്പാദ്യമുള്ള കോർപ്പറേറ്റുകൾ നിൽക്കുമ്പോൾ, മറുഭാഗത്ത് ട്രംപ് വരുമ്പോൾ മതില് കെട്ടിയിട്ട് വേർതിരിച്ച് പച്ചയായ ജീവിതത്തെ ലോകത്തിന്റെ മുന്നിൽ കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം, നാണം കെട്ട ഭരണകൂടം ശ്രമിക്കുന്നത് അതാണെങ്കിൽ ആ അവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ, സമ്പത്ത് മനുഷ്യർക്കിടയിൽ മനസ്സറിഞ്ഞുകൊണ്ട് തുല്യമായി വീതിക്കുന്ന ഒരവസ്ഥ ഉണ്ടായില്ല. ഇവിടെയാണ് മതവിശ്വാസത്തിന് ലോകത്തിൻ്റെ മുന്നിൽ പറയാനുള്ളത്, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടേത് മാത്രമല്ല. ഹാദാ മിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. എന്തിനാ എനിക്ക് സമ്പത്ത് തന്നത്? ഒരു മതവിശ്വാസി സമ്പന്നനാകുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഖുർആൻ ഇട്ട് കൊടുക്കുന്ന ചിന്ത, മനുഷ്യ
ഇത് നിനക്ക് ദൈവം നിനക്ക് മാത്രം അനുഭവിക്കാൻ തന്നതല്ല, മറിച്ച് ഹാദാ മിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുന്നോ നന്ദികേട് കാണിക്കുന്നുവോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി പടച്ചതമ്പുരാൻ തന്ന പരീക്ഷണ വസ്തുവാണ് ഈ പണമെന്ന ഒരു ദർശനം, മതവിശ്വാസം മനുഷ്യരുടെ മനസ്സിലുണ്ടാക്കിയപ്പോൾ അവരുടെ മനസ്സ് സംസ്കരിക്കപ്പെട്ടു. മനസ്സ് സംസ്കരിച്ചപ്പോൾ എന്തുണ്ടായി? അതാണ് ചരിത്ര വസ്തുതകൾ പരിശോധിക്കേണ്ടത്. ലോകത്ത് അമേരിക്കയിൽ കോർപ്പറേറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അതിസമ്പന്നന്മാരുണ്ട്. എന്നാൽ ആ അതിസമ്പന്നന്മാർക്ക് ഇടയിൽ തന്നെ കറുത്ത വർഗക്കാരായ പട്ടിണിപ്പാവങ്ങൾ, അഷ്ടിക്ക് വകയില്ലാത്ത മനുഷ്യരുണ്ട്. ലോകത്തെല്ലായിടത്തും ഉണ്ട്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിൻ്റെ മുന്നിൽ ഈ മതദർശനത്തെ പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചപ്പോൾ 40 വർഷം കഴിയുമ്പോഴേക്ക് സക്കാത്ത് വാങ്ങാൻ അർഹരായ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യരെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. മതമെന്തിനാ? മതം കേവലം നമസ്കാരത്തിനും നോമ്പിനുമല്ല, മറിച്ച് മതം നാട്ടിലെ പട്ടിണി മാറ്റാൻ കൂടിയാണ്. മതമെന്തിനാ? മതം മനുഷ്യർക്കിടയിലുള്ള സംഘട്ടനങ്ങൾ അവസാനിപ്പിക്കുവാനാണ്. മതമെന്തിനാ? ചൂഷണത്തിന് വിധേയമാകുന്ന മനുഷ്യരുടെ കൈപിടിക്കുവാനാണ് മതവിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുക. 2 കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. മതം മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളെ സുദൃഢമാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പീഡനം അനുഭവിക്കുന്ന തൊഴിലാളി വർഗത്തെ സംരക്ഷിക്കുക എന്നത് മതം മനുഷ്യരിൽ പഠിപ്പിക്കുന്ന മഹത്തായ ഒരു ദർശനമാണ്. എന്താ കാരണം? ഇന്നെന്താ നാട്ടിൽ നടക്കുന്നത്? തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ് ലോകത്തകിലവും ഉള്ളത്. അവിടെയാണ് ഒരു തൊഴിലാളിക്ക് വിയർപ്പ് പറ്റുന്നതിൻ്റെ മുമ്പേ അവൻ്റെ കൂലി കൊടുത്തിരിക്കണമെന്ന് പഠിപ്പിച്ച ദർശനം. ഉമ്മാലുക്കും ഇഖ്വാനുക്കും, നിങ്ങളുടെ ജോലിക്കാർ, നിങ്ങളുടെ സ്റ്റാഫ്, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനം. തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള സംഘട്ടനമല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കണം. എന്താ? വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നു. ഇല്ലേ? എത്രയാ വ്യവസായ സ്ഥാപനങ്ങൾ കൊടികുത്തിയിട്ട് അവസാനം മുതലാളിമാർ കുത്തുപാളയെടുത്ത് തൊഴിലാളിയും മുതലാളിയും പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നത്. ഒരു കാര്യം പറയട്ടെ, ഈ ഒരു അവസ്ഥക്ക് പരിഹാരമുണ്ടാക്കണമെങ്കിൽ മതവിശ്വാസം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ, ദൈവികമായ ദർശനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. കാരണം എന്താ? ദൈവികമായ ദർശനം മനുഷ്യരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചിന്ത, നിങ്ങളുടെ കീഴിലുള്ള തൊഴിലാളികൾ എന്ന് പറയുന്നവർ നിങ്ങളുടെ ശത്രുക്കളല്ല, മറിച്ച് ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളാണ്. നേരെ മറിച്ച് തൊഴിലാളിയോടും ഒരു കാര്യം സൂചിപ്പിച്ചു, അമാനത്ത് സൂക്ഷിക്കണം. അവനവനിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കൃത്യമായ വിശ്വാസ്യത സൂക്ഷിക്കാത്ത ഒരു മനുഷ്യൻ, ഒരു തൊഴിലാളി, ഒരു മനുഷ്യൻ, അവൻ വഞ്ചകനാണ്. ഇത് രണ്ടും പഠിപ്പിച്ചു കൊടുത്തപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലോകത്തൊരു വിപ്ലവം സാധ്യമായി. ഏതാണ് ആ വിപ്ലവം? കറുകെടുത്ത അടിമയായ ബിലാലിന്റെ കൈപിടിക്കാൻ തുടുത്ത കവിൾത്തടമുള്ള അബൂബക്കർ സിദ്ദീഖിന് ഒരു തടസ്സവുമാകാതെ ഇരുന്നത് ഈ മനുഷ്യർക്കിടയിലുള്ള അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമായിരുന്നു. ഒന്നുകൂടി പറഞ്ഞവസാനിപ്പിക്കട്ടെ. ഇന്ന് ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്, ഫ്ലാഷ് മോബുകൾ നടക്കുന്നു മലപ്പുറത്തെ റോഡുകളിൽ. എന്താ? സ്ത്രീകൾ, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, മതവിശ്വാസത്തിൻ്റെ പേരിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, ഞങ്ങളിതാ സർവതന്ത്ര സ്വതന്ത്രരായിരിക്കുന്നു. എവിടെന്നാ കൂട്ടരെ നിങ്ങൾ സ്വതന്ത്രരാകുന്നത്? ഇപ്പം എന്താ അറിയോ? ജെൻഡർ ഈക്വാലിറ്റി വേണം. ജെൻഡർ ഈക്വാലിറ്റിക്ക് എന്താ? എല്ലാ സ്കൂളിലെയും കോളേജിലെയും കുട്ടികളെ കൊണ്ട് പാൻറ് ഉടുപ്പിച്ചപ്പോൾ ജെൻഡർ ഈക്വാലിറ്റി ആയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു പ്രകടനം കൂടിയാണത്. തിരൂരിലെ ഒരു സ്കൂളിൽ പെൺകുട്ടികളെ കൊണ്ട് പാൻറ് ഉടുപ്പിച്ച കൂട്ടരെ പരപ്പനങ്ങാടിയിലെ ഒരു സ്കൂളിലെ ആൺകുട്ടികളെ കൊണ്ട് സാരി ഉടുപ്പിക്കണ്ടേ? അത് നമ്മൾ എവിടെയും കേട്ടിട്ടില്ലല്ലോ. എന്തേ കേൾക്കാത്തത്? ഇതൊക്കെ പുരുഷ മേധാവിത്വമാണ്. പുരോഗതി പറയുന്ന സർവ പുരോഗതിയുടെ ദർശനത്തിൻ്റെയും ആളുകൾ പുരുഷ മേധാവിത്വത്തിൻ്റെ ആളുകളാണ്. ഇവിടെ എന്താ വേണ്ടത്? സ്ത്രീയും പുരുഷനും ഒരേ വേഷമിട്ടാൽ സ്ത്രീകളുടെ പ്രശ്നം അവസാനിക്കുമോ? സ്ത്രീയും പുരുഷനും
ഒന്നിച്ച് യാത്ര, ഒന്നിച്ച് ക്ലാസ്സിലിരുന്നത് കൊണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുമോ? ഇവിടെയാണ് സ്ത്രീയുടെ പ്രശ്നം എന്തെന്ന് കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം പറയാൻ ലോകത്തിന്ന് വരെ സാധിച്ചത് മതദർശനത്തിന് വേണ്ടി മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എന്താ കാരണം? സ്ത്രീയുടെ ദൗർബല്യം എന്താണ്, അവളുടെ കഴിവെന്താണ്, ഇത് രണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളാണ് മതം കൊടുക്കുന്നത്. അവർക്ക് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ മൂടിക്കെട്ടിയിട്ട് ഒരു മൂലക്കിരുത്തുന്നവരാണ് എന്ന്. അതിന് പല കാരണമുണ്ട്. നമ്മുടെ നാട്ടിൽ പല പുരോഹിതന്മാരും അങ്ങനെ ആക്കിയിരിക്കുന്നു. സ്റ്റേജിൽ കയറിയിട്ട് സമ്മാനം വാങ്ങിയാൽ പെൺകുട്ടിയെ ശകാരിക്കുന്ന മൗലാനമാർ ജീവിച്ച നാടാണ് നമ്മുടേത്. സ്ത്രീ ഒരു രംഗത്തും കടക്കാൻ പാടില്ല എന്ന് ഞാനതിലേക്ക് കടക്കുന്നില്ല, വിഷയം മാറിപ്പോവും. സ്ത്രീ ഒരു രംഗത്തും കടക്കാൻ പാടില്ല, അവൾ മുഖം കൂടി മറച്ചിട്ട് ലോകത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ച ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അന്ധവിശ്വാസം പഠിപ്പിക്കുന്നവരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. തെറ്റിദ്ധാരണക്ക് കാരണം അവിടെയാണ്. എന്നാൽ ഇവിടെയാണ് മതവിശ്വാസത്തെ നാം മനസ്സിലാക്കുന്നത്. നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ട്, സ്ത്രീകൾ അധ്വാനിച്ചതിൻ്റെ ഫലം സ്ത്രീകൾക്കുണ്ട്. ഇത്രമേൽ തൊഴിൽ സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം, പ്രവർത്തന സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം എല്ലാം ഇതുപോലെ അനുവദിച്ചു കൊടുത്ത ഒരു ദർശനത്തെ ലോകത്ത് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ പുരോഗമനം പറയുന്ന ആളുകളുടെ സംഘടനകളിൽ ഉത്തരവാദപ്പെട്ട വേദികളിൽ എത്ര പേർ സ്ത്രീകളുണ്ട്? നിങ്ങൾ പഴഞ്ചൻ, ഇസ്ലാം പഴഞ്ചനാണ്, പഴഞ്ചൻ ദർശനമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ പുരോഗതി പറയുന്ന ആളുകളുടെ വേദികളിൽ സ്ത്രീകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ട് കുറഞ്ഞ കൊല്ലയായിട്ടുള്ളൂ. എന്നാൽ 1400 വർഷങ്ങൾക്കപ്പുറത്ത് മദീനയിലെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തിയിരുന്നത് ഒരു സ്ത്രീയെയാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോഗ്യവകുപ്പിന്റെ ചുമതല, യുദ്ധത്തിനിടയിൽ ആരോഗ്യവകുപ്പിന്റെ ചുമതല നൽകിയിരുന്നത് സ്ത്രീകൾക്കാണ്. അവിടെയാണ് ഇന്ന് പുരോഗതി പറയുന്ന ആളുകൾ ഇന്നും അവിടെ എത്തിയിട്ടില്ല. പറഞ്ഞു വന്നത്, മനുഷ്യർ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുന്നിടത്ത് സ്ത്രീകളോടുള്ള ചൂഷണം, തൊഴിലാളികളോടുള്ള ചൂഷണം, ദരിദ്രന്മാരോടുള്ള ചൂഷണം, എല്ലാ ചൂഷണങ്ങളിൽ നിന്നും മുക്തമാകുമ്പോഴാണ് യഥാർത്ഥ മതവിശ്വാസമായിട്ട് തീരുന്നത്. അവസാനിപ്പിക്കട്ടെ, പ്രകൃതിയോടുകൂടിയുള്ള ബന്ധം സുദൃഢമാക്കുമ്പോഴാണ്, നന്നാക്കുമ്പോഴാണ് മതവിശ്വാസം പൂർണ്ണമാകുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താ? കോളേജ് തലങ്ങളിൽ NSS യൂണിറ്റുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശം എന്താ? ശുചിത്വ ബോധവൽക്കരണമാണ് നിങ്ങളുടെ സ്പെഷ്യൽ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാകേണ്ടത്. എന്താ കാരണം? എല്ലാ നാട്ടിലും മനുഷ്യൻ ഡൽഹിയിൽ നിന്ന് ശുദ്ധവായു ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ആരാ ഇതിന് ഉത്തരവാദി? വയനാട്ടിൽ ചൂരൽമലയിലും അതുപോലെ വയനാട്ടിൻ്റെ മലമടുക്കുകളിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി, വെള്ളപ്പൊക്കമുണ്ടാകുന്നു. എന്താ ഇതിനൊക്കെ കാരണം? ഇവിടെയാണ് ഈ ദുരന്തങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും ഒരു ദർശനത്തിന് സാധിക്കുമെങ്കിൽ അത് ദൈവിക ദർശനത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിൻ നാസ്. എന്താ? കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടത്. എന്താ അത്? കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ കൊല്ലം വരെയുള്ള കടൽ തീരങ്ങളിൽ ചാള പോലെയുള്ള ചെറു മത്സ്യങ്ങളുടെ ദൗർബല്യം അത് ലഭിക്കാതെ ആയിരിക്കുന്നു. അടുത്ത ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ തീരദേശ മേഖലകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്ന വാർത്ത മത്സ്യത്തൊഴിലാളികളുടെ കൂട്ട ആത്മഹത്യയായിരിക്കുമെന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനം പ്രത്യക്ഷപ്പെടുക. എന്താ കാരണം? അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. കടലിലേക്ക് തള്ളിയിട്ടുള്ള ടൺ കണക്കിന് വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിലേക്ക് തള്ളിയപ്പോൾ മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക് വലിഞ്ഞു, പ്രജനന ശേഷി നഷ്ടപ്പെട്ടു. ആരാ ഉത്തരവാദി? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിൻ നാസ്. മനുഷ്യരെ, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നതാണ്
പ്രകൃതി ദുരന്തങ്ങൾക്ക് മുഴുവൻ കാരണമെന്ന് മതം മനുഷ്യനെ പഠിപ്പിച്ചു. നിങ്ങൾ പ്രകൃതിയിലുള്ള വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തണം, അത് നശിപ്പിക്കരുത്. ഇതാണ് മതം. മനുഷ്യരുടെ എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങളെ സുദൃഢമാക്കാൻ സാധ്യമാകുന്ന ഒരു ദർശനത്തിനാണ് മതമെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.